अस्सलाम वालेकुम वरहमतुള്ളाहि तआला वबरकातुहു. അപ്പോൾ നമ്മളെ മുജേ കുച്ച് കഹനേൻ്റെ ബാക്കി കുറച്ചും പാടുണ്ട്, ആ പാടാണ് കേൾക്കട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് നമ്മളെ മാസ് മീഡിയേനെ കുറിച്ചുള്ള വലിയ ഡിഫക്റ്റാണ് പറഞ്ഞത്. നമ്മളെ ഇന്ത്യൻ മാസ് മീഡിയനെ കുറിച്ചുള്ള വലിയൊരു ഡിഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അവരെന്താക്കും, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെന്താക്കും, ഫ്രണ്ടേജിൽ കൊണ്ടുവരും. പിന്നെ അതിന് നല്ല പ്രാധാന്യത്തോടെ കൊണ്ടുവരും. ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ, അഥവാ ഈ എന്താ പറയുക, നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന വാർത്തകളൊക്കെ അവർ പിന്തള്ളിയിട്ട് പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുവരും. അപ്പോൾ എന്താവും, ഈ കാര്യങ്ങൾക്കിടയിൽ പെട്ടു ജനങ്ങൾക്ക് എന്തുണ്ടാവും, നല്ലൊരു മനസ്സമാധാനം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ചെറിയൊരു വാർത്ത കിട്ടുകയും ചെയ്യും. അതോടുകൂടെ മറ്റേ പോസിറ്റീവായ എനർജി ഇതിനെ മറികടക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്. നമ്മളെ ഇന്ത്യൻ മാസ് കമ്മ്യൂണിക്കേഷൻ ലെവലും ഇത്തരത്തിൽ ഉയരുന്നതാണ് APJ പറയുന്നത് കേട്ടോ. ഇസ് തർഗീബ് ദേനെ വാല തസ്വീർ സെ സബ് ലോഗ് ബേദാർ ഹുയെ. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള അപ്പോൾ എന്താ അതിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ട് 5 വർഷം കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ഭൂമിയെ നല്ല രീതിയിൽ മാറ്റിയെടുത്തു തരണം. ആ ഭൂമിയുടെ ഫോട്ടോ, അതിൻ്റെ ചിത്രങ്ങളെ കണ്ട് ജനങ്ങളൊക്കെ എന്താണ് സമാധാനം അടഞ്ഞു. ഖത്ൽ വ ഖാറാത്ത് ഗരി ബംബാരി अमवात जैसे खून नरेज खबरें अखबारों में थी, लेकिन दूसरे ख़बरों के बीच में दफन हो गई थी. പറയുന്നതാണ് ഈ ബംബാരി ഈ ബോംബ് ബ്ലാസ്റ്റിങ്സ്, അതേമാതിരി ഖാറാത്ത് എന്ന് പറഞ്ഞാൽ ഖത്ല ഖാറാത്ത്, ലഹളകളും കൊലപാതകങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അതേ ഖൂനേസ് ഖബർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രക്തച്ചൊരിച്ചിലുകളുടെ കഥകൾ, വാർത്തകൾ, ഇങ്ങനത്തെ ഖബറൊക്കെ എന്താണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് നല്ല പോസിറ്റീവായിട്ടുള്ള കഥകൾക്കിടയിൽ പെട്ടപ്പോൾ അതൊക്കെ ഇല്ലാതായിപ്പോയി കേട്ടോ. ദഫൻ ഹോ ഗയി ഹേ. हिंदुस्तान में നമ്മുടെ ഇന്ത്യയിൽ हम सिर्फ अम्बात बीमारियाँ दहशतगर्दी और जराइम की खबरें पढ़ते हैं. നമ്മളെ ഇന്ത്യയിൽ എന്താണ് നമ്മൾ ഇത്തരത്തിൽ ദഹശത്ഗർദി എന്ന ടെററിസം എന്നൊക്കെ കേട്ടായിരുന്നു. അതേമാതിരി മാറാവ്യാധികൾ, അതേമാതിരി മരണകാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഹം ഇസ് തറഹ കാ ബാഷിന്ദ ഹോനെ കാ ഹം ഇസ് തറഹ കാ മംഫി മിസാജ് ക്യൂ രക്തേ. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റ്, മിസാജ് എന്ന് പറഞ്ഞ ഹാബിറ്റ്, ആദത്ത് എന്തിനാണ് വെക്കുന്നത്? ഏക്ക് ഔർ സുവാൽ ഏഹേക്ക്. എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്. ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചോട്ടെ, അത് നമ്മൾ പറയില്ല പ്രസംഗത്തിൽ, ഒന്നുകൂടി ഞങ്ങളോട് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കൂലേ, ആ ഒരു സെൻസിലാട്ടോ ഇത് പറയുന്നത്. कौम परस्त बाशिंदा होने के नाते हम गैर मुल्की चीज़ों को अपने जहन पर क्यों मुसल्लित कर लिया है. നമ്മൾ ഈ കൗം പറഞ്ഞു, നമ്മൾ ഒരു ദേശത്തിൻ്റെ ബാഷിന്ദ പറഞ്ഞാൽ അവിടെ വസിക്കുന്ന ആളായിരിക്കുന്ന അവസ്ഥയിലേക്ക് നാത്തെ അതിരിക്കുന്ന അവസ്ഥയിൽ ഗൈർ മുൽക്കി അന്യദേശത്തെ ചീസോക്ക് അപ്പിനെ ദഹൻ पर क्यों मुसल्लित करते हैं. നമ്മൾ ബാക്കിയുള്ള വിദേശികളായ പ്രോഡക്ട്സിന് എന്തിനാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതറിയാം, നമ്മൾ സ്വന്തം ദേശത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നെവർമെയിൻ ചെയ്ത് ബാക്കിയുള്ള രാജ്യത്തെ സാധനങ്ങൾ എന്തിനാണ് നമ്മൾ ഇത്ര ഉയർത്തിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ബ്രാൻഡുകൾ വേദന കമ്മിയാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ ആപ്പിൾ അല്ലെങ്കിൽ സാംസങ് ഒക്കെ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ OnePlus ഐറ്റംസുകൾ നമ്മൾ എടുക്കുക. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതേമാതിരി നമ്മൾ ഷർട്ട്സ് ആണെങ്കിലും മറ്റേ ആദ്യം നമ്മൾ ക്ലോത്ത്സ് ആണെങ്കിലും നമ്മൾ എന്തായിരിക്കും എല്ലാവരും പോവുക, നല്ല നല്ല ബ്രാൻഡുകളൊക്കെ വരും. പക്ഷേ ഈ വല്ല പീറ്റർ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ആരോ, ഞാൻ ഏതെങ്കിലും റാംഗ്ലറോ ഏതെങ്കിലുമൊക്കെ എടുക്കും. നമ്മൾ സ്വന്തം ബ്രാൻഡായിട്ടുള്ള സാധനം എടുക്കുക. നമ്മൾ മൊത്തം ഡ്രസ് ബ്രാൻഡിലൊക്കെ നമ്മളെ സാധനങ്ങൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡാണ്, ബിർളാൻ്റെ സാധനങ്ങളാണൊക്കെ. അപ്പോൾ മൂപ്പരെ ഡിഫക്റ്റായി പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജനങ്ങളെ മൈൻഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ ഗൈർ മുൽക്കോക്ക് TV ചാഹി, നമുക്ക് എന്താണ് അതർ കൺട്രീസിൻ്റെ മറ്റു രാജ്യത്ത് വിദേശ TVകൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഗൈർ മുൽക്കോക്ക് ഷർട്ട്സ് ചായ നമുക്ക് മറ്റു രാജ്യത്ത് ഉണ്ടാക്കിയ അത്തരത്തിലുള്ള ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ആ ഗൈർ മുൽക്കി ടെക്നോളജി ചായ നമുക്ക് अदर कंट्रीസിൻ്റെ ടെക്നോളജി നമ്മൾ ഇഷ്ടപ്പെടുന്നത്. हमने हर दरामदाती चीज़ों को अपने का जहन क्यों बना लिया है. നമ്മൾ എന്തിനാണ് മറ്റ് ഇമ്പോർട്ടഡ് സാധനങ്ങളുടെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മൈൻഡ് സെറ്റ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നത്. क्या हमने ये समझा नहीं कि
खुददारी अपने बल और अपने वसाइल से पैदा होती है. സെൽഫ് സീമിങ് ഈ നമ്മളെ സ്വന്തത്തിനെ കുറിച്ചുള്ള ബോധം, അത് സ്വന്തത്തിനെ കുറിച്ചുള്ള സ്വന്തം സാധനങ്ങൾ ഉപയോഗിക്കുമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റു മാധ്യമങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വന്തത്തിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുകയില്ല. ये लेक्चर देने के लिए जब मैं हैदराबाद आया तब एक 14 साल लड़की ने मेरा दस्तखत तलब किया. ഞാൻ ഇത്തരത്തിലുള്ള ലെക്ചറിങ് ഞാൻ ചെയ്യാൻ വേണ്ടി ഹൈദരാബാദിൽ പോയപ്പോൾ 14 വയസ്സുകാരിയായ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നോട് എൻ്റെ സിഗ്നേച്ചർ ചോദിച്ചു. മേനെ ഇസ്സെ പൂച്ച, ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചു, ജിന്ദഗി മേ തുമാര മക്സദ് ക്യാ ഹെ, നിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ആ കുട്ടിയോട് ചോദിച്ചു. ഉസ്നെ ജവാബ് ദിയ, അവൾ പറഞ്ഞെന്താണ്, ആ ലഡ്ക്കി ജവാബ് ദിയ എന്താണ്, മേ തരക്കി യാഫ്ത ഹിന്ദുസ്ഥാൻ മേ രഹന ചാഹ്താ ഹൂം, ഞാനൊരു ഡെവലപ്ഡ് ഇന്ത്യയിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ജീവിതാഭിലാഷം എന്താണ്, പുരോഗതി കൈവരിച്ച ഒരു നല്ലൊരു ഇന്ത്യയിൽ ജീവിക്കാനാണ് ആ കുട്ടി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ ജീവിക്കാനാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഇസ് ലഡ്കിയെ കേലിയെ, ഈ ഒരു കുട്ടിക്ക് വേണ്ടി തുമക്കോ ഔർ മുജിക്കോ, നിങ്ങൾക്കും എനിക്കും തറക്കി യാഫ്ത ഹിന്ദുസ്ഥാൻ ബനാന ഹോഗ, നമ്മുടെ ഒരു ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്ഡ് ഇന്ത്യ ആക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തുമേ ഈ ऐलान करना चाहिए, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുക. ഹിന്ദുസ്ഥാൻ തറക്കി പറേസ് മുൽക്ക് നഹി ഹേ, നമ്മുടെ ഇന്ത്യ ഒരു അണ്ടർ ഡെവലപ്ഡ് അല്ലാത്ത, പുരോഗതി കൈവരിക്കാത്ത ഒരു ഹിന്ദുസ്ഥാൻ അല്ല. അയലാ ദർജേക്ക തറക്കി യാഫ്ത മുൽക്ക്, ഇതൊരു ഹൈലി ഡെവലപ്ഡ് കൺട്രി ആണ് എന്ന ഒരു പ്രഖ്യാപനം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് മക്കളെ, ഇനി ഇതിലെന്താണ് मुतालिक फ़ील ശ്രദ്ധിക്കുക. बच्चों आप इस इबारत पर गौर कीजिए, ഇതൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. APJ अब्दुल कलाम हिंदुस्तान को तरक्की की राह में आगे चलाना चाहते हैं. നമ്മുടെ APJ എന്താണ്, അബ്ദുൽ കലാം നമ്മുടെ ഇന്ത്യയെ പുരോഗതിയുടെ പല വഴികളിൽ ആകെ വളരെ മുൻപന്തിയിലായിട്ട് പുരോഗതി നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ്. വോ ഏക് മുക്കരിർ ബി ഹേ, ഇത് അദ്ദേഹം നല്ലൊരു പ്രാസംഗികൻ, നല്ലൊരു ഒറേറ്റർ കൂടിയാണ്. ഉൻകി തക്രീറേം ലോക്കെ ദിൽ മേ ബഹുത് ജൽദി ഗർ ലേത്തെ ഹേ, എന്താണ് ഗിർക്കർ ലേത്തെ എന്നാണ്, എന്താണ് വീണ് പോകുക എന്നൊക്കെ പറയില്ല, ഊന്നി പിടിക്കാൻ പറയാം, അതാണ് സംഭവം. ഉനാനെ സദർ ജംഹൂരി കെ ഹൈസിയത്ത് സെ ബി അപ്നെ ഖിദ്മാത്ത് കാമയാബി കെ സാത്ത് അഞ്ചാം ദിയ. അദ്ദേഹം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയതുകൂടി തന്നെ ഇതിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇസി ഭാരത് മേ ആകെ और बहुत जल्द कामयाब के साथ वगैरह चंद ऐसे अल्फाज हैं जो इसके साथ आने वाले अफ़आल की ख़ुसूसियात ज़ाहिर करते हैं. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പേരയിൽ എന്താണ് ആകെ അപ്പോൾ നമ്മൾ ആകെ എന്നുള്ളത് മുമ്പേക്ക് പോകുന്നതാണ്. ആകെ എന്ന് പറഞ്ഞാൽ ആകെ ബഹുദൂരം മുന്നിൽ പോവുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പ്രത്യേകമായിട്ടുള്ള ചില ഫിയലുണ്ട്. അതേപോലെ ബഹുത് ജൽദ് ആണ് പെട്ടെന്ന്. അതിൻ്റെ കൂടെ ഇതിൽ നോക്കി ശ്രദ്ധിക്കുക. മുതഅല്ലിഖ് ഫീൽ, ഇതിനോട് യോജിച്ച് വരുന്ന കുറച്ച് ഫീൽ, ഈ ലഫ്സുകളൊക്കെ വരണം, ഈ വേർഡ്സ് വന്നാൽ ഇതിനോട് യോജിച്ച എന്താ പറയുക ഫിയലുകൾ, ഇതിനോട് യോജിച്ച വെർബുകൾ ഏതാണെന്നൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാട്ടോ പറയുന്നത്. വഗൈറ ചന്ദ് ഐസ അൽഫാസ് जो इसके साथ आने वाले अफ़आल की ख़ुसूसियात ज़ाहिर करते हैं. അപ്പോൾ ഇതിന് अमूमन किसी फ़ील की ख़ुसूसियात का कमियत ज़ाहिर करने के लिए ऐसे साथ इस्तेमाल होने वाली सिफ़ात को मुतअल्लिक़ फ़ील कहते हैं. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീലുകളോട് ഇത്തരത്തിലുള്ള ലഫ്സുകൾ കൂടെ വരുന്ന ഫീലുകൾക്ക് പ്രത്യേകമായ ഫീലുകൾ വരിക. അപ്പോൾ അതിനാണ് മുതഅല്ലിഖ് ഫീൽ എന്ന് പറയുക കേട്ടോ. ഇനി सरगर्मियाँ डॉक्टर APJ अब्दुल कलाम ने अपने तकरीर में तेल अवीव के तजर्बात नहायत मुअस्सिर अंदाज में पेश किया है. इसके रोशनी में हिंदुस्तान की तरक्की के सिलसिले में मीडिया ज़राए इब्लाग के റോൾ പെർ ഖയാലത്ത് ബയാൻ കീജിയ. അപ്പോൾ എന്താണ് തെലവീയിലെ ഒരു വാക്യം നമ്മൾ പറഞ്ഞു, അവിടുത്തെ ഒരു
ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ മാസ് മീഡിയക്കുള്ള റോള് തറക്കിൻ്റെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഫീൽഡിലുള്ള ഇന്ത്യൻ മാസ് മീഡിയൻ്റെ റോൾ എന്താണെന്ന് എഴുതുക. APJ രണ്ടാമത്തെ APJ अब्दुल कलाम ने तेल अवीव के तजर्बा बयान करते हुए एक मुल्क की तरक्की के सिलसिले में काश्तकारी की अहमियत जोर दिया है. एक मुल्क की तरक्की में किसान और काश्तकारी की अहमियत पर रोशनी डालिए. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നിങ്ങൾ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതൊക്കെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇതൊരു എന്താ പറയുക, ഇതൊക്കെ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഇതിൽ വരുന്നതൊക്കെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് ഫുൾ അർത്ഥമാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ പേടിക്കുകയാണ്, ഇതിൽ എക്സസൈസിലുള്ള അർത്ഥം പോലും ഇതിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഞാൻ അതിലിപ്പോൾ കാശ്കാരി എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഞാൻ നോക്കാം. അപ്പോൾ ഇതിൽ എക്സസൈസിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, തഖ്ലീഖാത്ത് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് പഠിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് 2 പാഠം കൂടി, ഒന്ന് റുബായിയാത്തും ഉണ്ടാവും, പിന്നെ നിങ്ങളൊരു കുറച്ച് നീണ്ടൊരു സാധനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വയ്യേ അതും പഠിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്.